കേരളത്തിൽ മൂന്നാം മുന്നണി യാഥാർത്ഥ്യമായെന്ന് നരേന്ദ്രമോദി. ശ്രീനാരായണ ഗുരുവിന്റെ നാട്ടിലാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ തൊട്ടുകൂടായ്മയെന്നും പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള ആദ്യ കേരള സന്ദർശനത്തിൽ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ബിജെപി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു നരേന്ദ്രമോദി. പ്രത്യേക വിമാനത്തിൽ ദക്ഷിണ മേഖല നാവിക ആസ്ഥാനത്ത് എത്തിയ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി, ഗവർണർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. 5 മിനിറ്റ് നീണ്ട സ്വീകരണത്തിന് ശേഷം നരേന്ദ്രമോദി ഹെലികോപ്റ്ററിൽ തൃശൂർ കുട്ടനെല്ലൂരിലെത്തി. തുടർന്ന് റോഡ് മാർഗം തേക്കിൻകാട് മൈതാനത്ത് ബിജെപി സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ എത്തി. കേരളത്തിൽ മൂന്നാം മുന്നണി രൂപീകരിക്കപ്പെട്ടുവെന്നും ശ്രീനാരായണ ഗുരുവിന്റെ നാട്ടിൽ രാഷ്ട്രീയ തൊട്ടുകൂടായ്മ നിലനിൽക്കുന്നുവെന്നും മോഡി പറഞ്ഞു. പ്രധാനമന്ത്രിയായ ശേഷം ആദ്യമായി കേരളത്തിലെത്തിയ മോഡി പൊതുസമ്മേളനത്തിൽ കാര്യമായ പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയില്ല. കേന്ദ്ര സർക്കാരിന്റെ പ്രവൃത്തികൾ ഭരണനേട്ടമായി എടുത്തുകാട്ടാൻ മോഡി ശ്രദ്ധ ചെലുത്തി. തുടർന്ന് റോഡ് മാർഗം നരേന്ദ്രമോദി കൊച്ചിയിലേക്ക് മടങ്ങി. കൊച്ചിയിൽ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് നേരെ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പ്രധാനമന്ത്രിയെ അനുഗമിക്കുന്ന മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് ആയ മന്ത്രി KP മോഹനനെ SBG തടഞ്ഞു. മന്ത്രിയാണെന്നറിയിച്ചിട്ടും മോഡി താമസിക്കുന്ന ഹോട്ടലിലേക്ക് കടക്കാൻ അംഗരക്ഷകർ തയ്യാറായില്ല. ഇന്ന് വില്ലിംഗ്ടൺ ഐലൻഡിലെ താജ് മലബാർ ഹോട്ടലിൽ കഴിയുന്ന മോഡി നാളെ രാവിലെ നാവിക ആസ്ഥാനത്തെ പരിപാടികൾക്ക് ശേഷം കൊല്ലത്തേക്ക് തിരിക്കും. കൊച്ചി ബ്യൂറോയ്ക്കൊപ്പം ന്യൂസ് ബ്യൂറോ, തൃശൂർ. അഴിമതി ആരോപണം നിലനിൽക്കുന്നതിനാലാണോ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കിയതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. മുൻ മുഖ്യമന്ത്രി R. ശങ്കറിനെ RSS ആക്കി മാറ്റുന്ന ചടങ്ങാണ് കൊല്ലത്ത് നടക്കുന്നതെന്നും കോടിയേരി പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ CPM പ്രതിനിധികൾക്ക് ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസുകാരനായ പട്ടേലിനെ, ചരിത്ര പുരുഷനെ RSS BJP ഏറ്റെടുത്തതുപോലെ R. ശങ്കറെയും RSS പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ് ഈ പരിപാടി ഇത്തരത്തിൽ സങ്കുചിത വീക്ഷണത്തോടുകൂടി പരിപാടിയാക്കി മാറ്റിയത്. ശ്രീനാരായണ ദർശനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു R. ശങ്കർ. അങ്ങനെയുള്ള വ്യക്തിയെ RSS ആക്കി മാറ്റാൻ വെള്ളാപ്പള്ളി ചുക്കാൻ പിടിക്കുകയാണ്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ പ്രതിയായ വെള്ളാപ്പള്ളിക്കൊപ്പം പ്രധാനമന്ത്രി വേദി പങ്കിടുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കണമെന്നും കോടിയേരി ചൂണ്ടിക്കാട്ടി. LDF അധികാരത്തിലെത്തിയാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനറൽ വാർഡുകളും സംവരണ വാർഡുകളും 5 വർഷം കൂടുമ്പോൾ മാറുന്നത് 10 വർഷമാക്കുമെന്ന് കോടിയേരി പറഞ്ഞു. LDFന്റെ വികസന കാഴ്ചപ്പാടുകൾ ജനങ്ങളിലെത്തിക്കാൻ CPM പ്രതിനിധികൾ പ്രതിജ്ഞാബദ്ധമാണെന്നും കോടിയേരി വ്യക്തമാക്കി. സാധാരണക്കാരിൽ ഭാരം അടിച്ചേൽപ്പിക്കാതെ വികസനത്തിനായി സ്വയം ഫണ്ട് കണ്ടെത്താൻ പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം M. വിജയകുമാർ അധ്യക്ഷനായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകൾ തുടരുന്നു. R. ശങ്കറിന്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതിലൂടെ കേരളത്തെ അവഹേളിച്ചെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സാമാന്യ മര്യാദയും പ്രോട്ടോകോളും പ്രകാരം മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ടതാണ്. വരേണ്ട എന്ന് പറഞ്ഞപ്പോൾ ദുഃഖം തോന്നിയെന്നും മുഖ്യമന്ത്രി. ഫേസ്ബുക്കിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അപ്രിയ സത്യങ്ങൾ തുറന്നു പറയാനാകില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. മുഖ്യമന്ത്രിയെ വിളിക്കാനും വിളിക്കാതിരിക്കാനും തനിക്ക് അവകാശമുണ്ട്. ചടങ്ങിൽ മുഖ്യമന്ത്രിയെ വിളിക്കേണ്ടെന്ന് തീരുമാനിച്ചത് താനാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് തന്നെയാണ്. ലോക്സഭയിൽ ആർക്കുമല്ല, BJPക്ക് ആർക്കുമില്ല, ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാരുമില്ല, അവനെ ഉന്നയിച്ച ആളുകൾക്ക് ഒരു താല്പര്യമുണ്ട്, അവർക്ക് ആർക്കും കാര്യമില്ല. ഇത് നടത്തുന്നത് ഞങ്ങളല്ലേ. അപ്പോൾ ഞങ്ങൾ കാണേണ്ടത് എല്ലാ ഉത്തരവാദിത്തങ്ങളും. ഞാനാണ് പറഞ്ഞത്. അതിൻ്റെ കുറ്റം ഞാൻ മാത്രമേ ഏൽക്കുകയാണ്. എല്ലാ ഉത്തരവാദിത്തം ഞാൻ ഏൽക്കുകയാണ്. അതിൻ്റെ കുറ്റങ്ങളുണ്ടെങ്കിലും കുറവുകളുണ്ടെങ്കിലും അതെല്ലാ കുറ്റവും കുറവ് ഞാൻ ഏറ്റി. അതിന് BJPക്കാർക്കോ സെൻട്രൽ മിനിസ്റ്റർമാർക്കോ പ്രൈം മിനിസ്റ്റർക്കോ യാതൊരു ഉത്തരവാദിത്വമില്ല. ഞാൻ തന്നെ എൻ്റെ ഉത്തരവാദിത്വം. മോദിയുടെ സന്ദർശനത്തെ ചൊല്ലി ശിവഗിരി മഠത്തിലെ സന്യാസിമാർക്കിടയിൽ ഭിന്നത രൂക്ഷമാകുന്നു. ക്ഷണിച്ചിട്ടല്ല മോദി ശിവഗിരി സന്ദർശിക്കുന്നതെന്ന ഒരു വിഭാഗം സന്യാസിമാരുടെ നിലപാടിന് കടകവിരുദ്ധമായി മറ്റൊരു വിഭാഗം സന്യാസിമാർ രംഗത്തെത്തി. ക്ഷണിച്ചിട്ട് തന്നെയാണ് മോദി ശിവഗിരിയിലെത്തുന്നതെന്ന് സ്വാമി സച്ചിദാനന്ദയും കൂട്ടരും വ്യക്തമാക്കുന്നു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ഋതംബരാനന്ദ, ശിവഗിരി തീർത്ഥാടന കമ്മിറ്റി ഭാരവാഹി സ്വാമി ഗുരുപ്രസാദ് എന്നിവർ ഉൾപ്പെടെയുള്ള സന്യാസിമാർ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനം നടത്തിയപ്പോൾ പ്രധാനമന്ത്രിയുടെ ശിവഗിരി സന്ദർശനത്തെക്കുറിച്ച് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ എത്തുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ്, അല്ല തീർത്ഥാടന കാലത്തല്ല. ഈ പ്രോഗ്രാമിന് നമ്മളിപ്പോൾ 15-ാമത്തെ പരിപാടിക്ക് ശിവഗിരി മഠം ക്ഷണിച്ചിട്ടില്ല, ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുമല്ല വരുന്നത്.
പ്രധാനമന്ത്രിയുടെ ശിവഗിരി സന്ദർശനം വിവാദ ചർച്ചാ വിഷയമായതോടെയാണ് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി പ്രകാശാനന്ദയുടെ നിർദ്ദേശപ്രകാരം സ്വാമി സച്ചിദാനന്ദ, സ്വാമി ശാരദാനന്ദ എന്നിങ്ങനെ മറ്റൊരു വിഭാഗം സന്യാസിമാർ ശിവഗിരിയിൽ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയത്. ഞങ്ങൾ ശിവഗിരി മഠം അദ്ദേഹത്തിനെ ക്ഷണിച്ചിരുന്നത് തീർത്ഥാടനത്തിനാണ് ക്ഷണിക്കുന്നത്. ശിവഗിരിയോടുള്ള ആഭിമുഖ്യം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, 15-ാം തീയതിയിലെ പ്രോഗ്രാമിലേക്ക് ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം കൂടി ഇരുന്നുള്ള തീരുമാനമാണ് മോഡിയെ ശിവഗിരിയിലേക്ക് സ്വാഗതം ചെയ്യുക, ശിവഗിരി മഠത്തിലെ മുഴുവൻ സന്യാസിമാരും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ശിവഗിരി മഠം ആവശ്യപ്പെട്ട പരിപാടികളായ ദൈവദശക രചനാ ശതാബ്ദി സ്മാരക ഫലകം അനാവരണം, ശാരദാ മഠത്തിന് സമീപം വൃക്ഷത്തൈ നടുക, പ്രത്യേക വേദിയിൽ ഭക്തരെയും സന്യാസിമാരെയും അഭിസംബോധന ചെയ്യുക എന്നിവയാണ് പ്രധാനമന്ത്രി നിർവഹിക്കുന്നതെന്നും സ്വാമിമാർ അറിയിച്ചു. ശിവഗിരി മഠത്തിന് രാഷ്ട്രീയമില്ലെന്നു പറഞ്ഞ സ്വാമി സച്ചിദാനന്ദ ശിവഗിരിയെ കാവ്യവൽക്കരിക്കേണ്ടതില്ലെന്നും കൂട്ടിച്ചേർത്തു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സോളാർ വിഷയത്തിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സോളാർ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ ആഭ്യന്തരമന്ത്രി ശ്രമിക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. സ്പീക്കറുടെ ഓഫീസ് പ്രതിപക്ഷം ഉപരോധിച്ചു. ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം 64 കർഷക ആത്മഹത്യകൾ നടന്നതായി കൃഷിമന്ത്രി KP മോഹനൻ നിയമസഭയെ രേഖാമൂലം അറിയിച്ചു. കാർഷിക ആത്മഹത്യകൾക്ക് കേന്ദ്രത്തിൽ നിന്ന് ഈ സാമ്പത്തിക വർഷം സഹായം ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം സംസ്ഥാനത്തിന്റെ വാർഷിക വരുമാനത്തിൽ കുറവുണ്ടായതായി മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. മുല്ലപ്പെരിയാർ ജലനിരപ്പ് 142 അടിയിലെത്തിയാൽ ഷട്ടറുകൾ വീണ്ടും തുറന്നേക്കും. തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. മുന്നറിയിപ്പില്ലാതെ ഷട്ടറുകൾ തുറന്നുവിട്ട തമിഴ്നാടിന്റെ നടപടിയിൽ പ്രതിഷേധം അറിയിക്കാനും കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. വ്യത്യസ്തമായ ഒട്ടേറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ശബരിമലയിലുണ്ട്. ഇത്തരത്തിലൊന്നാണ് പറകുട്ടിപ്പാട്ട്. പറകുട്ടിപ്പാട്ട് നടത്തിയാൽ സകല ദോഷങ്ങളും മാറുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. സന്നിധാനത്തെ വ്യത്യസ്തമായ ആചാരങ്ങളിലൊന്നാണ് പറകൊട്ടിപ്പാട്ട്. പറകൊട്ടിപ്പാട്ട് നടത്തിയാൽ സകല ദോഷങ്ങളുമായി സർവൈശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. സന്നിധാനത്ത് മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് പറകൊട്ടിപ്പാട്ട് നടക്കുന്നത്. പാട്ടുകാർ വിശ്വാസികളുടെ പേരും നാളും പറഞ്ഞ് കേശാദിപാത മന്ത്രം ചൊല്ലി പറകൊട്ടി പാടിയ ശേഷം നെറുകയിൽ ഭസ്മം ചേർക്കുമ്പോൾ സകല ദോഷങ്ങളും മാറുമെന്നാണ് വിശ്വാസം. ആവിയാറുദോഷം, കണ്ണം ദോഷം, രാഗദോഷം, ശത്രുദോഷം, ശനിദോഷം, കേതുർദോഷം, ചൊവ്വാദോഷം, ഈ ദോഷങ്ങളൊക്കെ തീർക്കുന്നതാണ് പറകൊട്ടിപ്പാട്ട്, അല്ലെ വേലമ്പാട്ട് എന്ന് പറയും. പാലാഴി മദനത്തിനു ശേഷം മഹാവിഷ്ണുവിന് അസുരന്മാരുടെ ഭാഗത്തു നിന്നും വിഘ്നങ്ങളുണ്ടായപ്പോൾ പരമശിവൻ വേലനായി അവതരിച്ച പറകൊട്ടിപ്പാടി വിഷ്ണുവിന്റെ ശത്രുദോഷം മാറ്റിയെന്നാണ് ഐതിഹ്യം. പിന്നീട് അയ്യപ്പന്റെ ശനിദോഷമകറ്റാനും പരമശിവൻ വേലന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറകൊട്ടിപ്പാടിയതായും ഐതിഹ്യമുണ്ട്. അയ്യപ്പനു വേണ്ടി പറകൊട്ടിപ്പാടിയ വേലന്റെ പിന്മുറക്കാരെന്ന രീതിയിൽ പ്രാകൃത വേഷത്തിൽ 14 വേലന്മാരാണ് സന്നിധാനത്ത് പറകൊട്ടിപ്പാടുന്നത്. നിരവധി ഭക്തർ ഇവരുടെ അടുത്തെത്തി പറകൊട്ടിപ്പാട്ട് നടത്തുന്നു. മണ്ഡലകാലത്തിനൊപ്പം എല്ലാ മാസങ്ങളിലും നട തുറക്കുമ്പോഴും സന്നിധാനത്ത് പറകൊട്ടിപ്പാട്ടുകാർ സജീവമാകും. സന്നിധാനത്തു നിന്നും ക്യാമറാമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം ജിതിൻ ചന്ദ്രൻ.